എല്ലാരും ഒന്ന് എണീറ്റേ. നമ്മുടെ ഐശ്വര്യമായി കാണുന്നില്ല. എണീറ്റേ. എന്റെ ഒപ്പം രാത്രി കിടന്നത് വിശ്വനാഥിനെ കാണുന്നില്ല. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും? നെഞ്ചും വിരിച്ച് നടന്നിരുന്ന കൗണ്ടർ ഇപ്പൊ തല കുനിച്ച് താഴെയിരിക്കുവാണല്ലോ ഭഗവാനെ. നമ്മുടെ കൗണ്ടർക്ക് ഇങ്ങനെ ഒരു പെണ്ണുങ്ങളെ പോലെ കരയുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് അകത്തേക്ക് പോയേ. എന്താ കൗണ്ടറെ, എന്താ ആലോചിക്കുന്നത്? നമ്മുടെ പാരമ്പര്യത്തിന് അപമാനം വരുത്തി വെച്ച ആ മകളെ നിങ്ങൾക്ക് വേണോ? ഒന്ന് മൂളിയാ മതി, അവളെ കണ്ടുപിടിച്ച് തുണ്ടം തുണ്ടമായി വെട്ടി മൂടിയാക്കാം. ഇനിയുണ്ടല്ലോ നിങ്ങൾക്ക് 2 മക്കള്, അവര് മതി. ഈ മകൾ നിങ്ങൾക്ക് വേണ്ട കൗണ്ടറെ, നിങ്ങൾക്ക് വേണ്ട. എന്ത്? അവരെ കൈ കിട്ടിയോ? അവരെ ഏതെങ്കിലും ഒരു മരത്തിൽ കെട്ടിയിട്. ഞാനിത് എത്തിക്കഴിഞ്ഞു. കണ്ടില്ലേ സാർ, പ്ലാന്റ് മർഡറാ. പറയ കൗണ്ടറെ. ഇനി അങ്ങോട്ട് വണ്ടികൾ പോവില്ല, നടന്നേ പോകാൻ പറ്റൂ. അല്ല കൗണ്ടറെ, എവിടേക്കാ ഇത്? ഇനി എത്ര ദൂരം നടക്കണം? ദാ മല കാണുന്നില്ലേ? അവിടെ എത്തിയാൽ നമുക്ക് ആ സ്ഥലം കാണാൻ പറ്റും. വാ. അവിടെയോ? എവിടെയാ കൗണ്ടറെ? അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. സാറേ, ഞാനൊന്ന് പോയി നോക്കട്ടെ സാറേ. സത്യമായിട്ടും പ്രമോഷന് വേണ്ടിയല്ല സാർ. പോയി നോക്കണോ? അയ്യോ, അയ്യോ, എന്താണോ ഇത്? മരുമോനെ, മരുമോനെ, മരുമോനെ. സുഖാണോ? സുഖം തന്നെയല്ലേ? ഇന്ന് രാവിലെ അമ്മാനെ പറ്റി ഓർത്തേ ഉള്ളൂ. വിക്കൽ വന്നാണല്ലോ. നീ ഇങ്ങോട്ട് വന്നേ. ടോയ്ലറ്റിൽ പോകുന്ന നേരത്ത് മാത്രം നീ എന്നെ ഓർക്കരുത്. വിക്കല് വരുമ്പോ പുറത്തിറങ്ങി വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. സോറി അമ്മാവാ, ഇങ്ങോട്ട് മരുമോനെ, എന്താ കാര്യം? അമ്മാവാ, ഈ ടോപ്പ് ഹില്ലിൽ ഒരു ടോപ്പ് സീക്രട്ട്. എന്തായിരിക്കും അത്? ലഡു എടുത്ത് കഴിക്കൂ. എന്താ വിശേഷം? അമ്മാവാ, ഞാൻ അച്ഛനാകാൻ പോകുന്നു. ആഹാ, ആഹാ. ആദിശക്തി, പരാശക്തി, ജഗത്മാത, ചണ്ഡി, ചാമുണ്ഡി, ചാമുണ്ടേശ്വരി, മഹിഷാസുരമർദിനി, എല്ലാ ദേവിമാരും കൂടെ പടയെടുത്ത് വന്ന് എന്റെ മകൾക്ക് സന്താന ഭാഗ്യം നൽകിയിരിക്കുകയാണ്. ഇതിലും വലിയ സന്തോഷം അച്ഛന് പേരെന്താ മോളെ? അല്ല, നിങ്ങളാരും ഇതുവരെ പോയില്ലേ? അയ്യോ, എല്ലാത്തിനും കാരണം നീ ഒറ്റ. എന്തുവാടാ ഇതെല്ലാം? ഒരേ ഒരു മിനിറ്റ് സാർ. മോനെ ചന്ദ്രു, ഒന്നിങ്ങോട്ട് വാ മോനെ. തീരുവെന്ന് പേടിക്കട്ടെ സാറേ, ലഡു എല്ലാവർക്കും ഉണ്ട്. എന്താ സാറേ ഇത്രക്ക് റൈസ് ആവുന്നേ? പിന്നെന്തോട് ഇത്? 100 കണക്കിന് ബമ്പൻ കേസ് തെളിച്ചിട്ടുള്ളതാ. അപ്പൊ ഒന്നും ടെൻഷൻ ആയിട്ടില്ല. നീയെങ്കിലും ഒന്ന് പറ, എന്താ നടന്നത്? സാർ, ബാക്കി കഥ അമ്മാവൻ പറയും. അമ്മാവനോട് ഒന്ന് ചോദിക്ക്. പറയൂ. ഗൗണ്ടറെ, കേസ് ഇല്ലാതായാലും പ്രശ്നമില്ല. എന്താ നടന്നതെന്ന് പറഞ്ഞു തൊലയ്ക്ക്. നിനക്കെന്നെ വിശ്വാസമല്ലേ? ഇനിയല്ല, ഞാൻ ഏറ്റു. ഓടിക്കോ ഓടിക്കോ. വാ, ഇവിടേക്ക് മാറിക്ക്. ഈ പണം പിടിക്കേ. പണമില്ലാതെ നാട് വിട്ടു പോയിട്ട് പട്ടിണി കിടന്ന് കഷ്ടപ്പെടുമ്പോ വീണ്ടും ഈ നാട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാ ഇപ്പോഴീ പണം തരുന്നത്. എത്രയുണ്ടെന്ന് ചോദിക്ക്. 1 ലക്ഷം രൂപയുണ്ട് അതില്.
തീരുമ്പോ ഞാൻ വിളിച്ചു പറയാം. തീരുന്നതിന് മുമ്പ് ജീവിക്കാനുള്ള വഴി കണ്ടുപിടിക്കേ. ഇങ്ങോട്ട് വരുന്ന കാര്യം മാത്രം ചിന്തിച്ചു പോകരുത്. എന്താ അമ്മാവാ, ഞങ്ങളെ പറഞ്ഞയക്കുന്നതിന് പകരം ഇവൾക്ക് നോക്കിയ എഞ്ചിനീയർ ചെറുക്കനില്ലേ, അവനോട് പറഞ്ഞ് ഒരു വീടൊക്കെ വെച്ച് ഞങ്ങളെ ഇവിടെ തന്നെ താമസിപ്പിച്ചൂടെ? നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ. മരുമോനെ, എനിക്ക് ദൈവത്തിനെ പോലും പേടിയില്ല. പക്ഷെ ആ മൊട്ടത്തലന്റെ കാര്യം ഓർക്കുമ്പോഴാ അവന്റെ കണ്ണ് എപ്പോഴും നമ്മുടെ വീട്ടിലേക്കാ. അവനെ പേടിച്ച് എന്റെ 2 പെൺമക്കളുടെ കല്യാണവും അവരുടെ ഇഷ്ടം പോലും നോക്കാതെ നടത്തിയത്. അവർക്ക് എന്താ കുറവ്? ഒരു മകളെ ഡോക്ടർക്കും മറ്റൊരു മകളെ റെയിൽവേയിൽ എഞ്ചിനീയർക്കും അല്ലേ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നേ. എല്ലാം കല്ല് വെച്ച് നുണയാ മരുമോനെ. എല്ലാം ഞാൻ പറഞ്ഞുണ്ടാക്കിയതാ. റെയിൽവേ ട്രാക്കിൽ കൽക്കരി വാരുന്നവനെ എഞ്ചിനീയർ എന്നും മാർക്കറ്റിൽ ലേഹ്യം വിൽക്കുന്നവനെ ഡോക്ടർ എന്നും ഞാൻ പറഞ്ഞുണ്ടാക്കി. എല്ലാം നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചേക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഇന്നോവ കാറോ? അത് ഞാൻ വാടകയ്ക്ക് എടുത്ത് ഓടിക്കുന്നതാ മരുമോനെ. മരുമോനെ, ഗോമാതാവ് നമ്മൾ പൂജിക്കുന്ന ദൈവമാണ്. ആ ഗോമാതാവ് കിണറ്റ് വീണപ്പോ നീയും നിന്റെ അച്ഛനും കൂടിയാണ് രക്ഷപ്പെടുത്തിയത്. ഒരുപാട് സന്തോഷായി. അന്ന് രാത്രി ഞാനും എന്റെ ഭാര്യയും കൂടി നിങ്ങളെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. നിങ്ങളോട് കല്യാണക്കാര്യം സംസാരിക്കാനിരുന്നതാ. ആ സമയത്താ നീ ആക്രാന്തമൂത്ത് വീട്ടിൽ കയറി എല്ലാം താറുമാറാക്കിയത്. അയ്യോ അമ്മ, നിങ്ങളുടെ മോള് തന്നെയാ വരാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കിയത്. ഒളിച്ചോടിപ്പോയി എന്റെ മകളെയും മരുമകനെയും ഞാൻ കൊന്നുവെന്ന് പറഞ്ഞു വരുത്തും. അങ്ങനെ എന്റെ അഭിമാനവും സംരക്ഷിക്കാം, ചെവിയും ഉണ്ടാവും. അച്ഛാ, ഞങ്ങൾ അനുഗ്രഹിക്കണം. നീ എന്റെ വാക്ക് കേട്ടില്ലല്ലോ. ഞാൻ കേട്ടില്ലേ അച്ഛാ. അച്ഛൻ പറഞ്ഞ ചെക്കനെ തന്നെ ഞാൻ കേട്ടെന്ന് പറഞ്ഞില്ലേ. ഓ, വാചകത്തിനൊരു കുറവുമില്ല. അമ്മാവൻ എന്നോടും ക്ഷമിക്കണം. സാരല്ല മരുമോനെ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. അതിനല്ല അമ്മാവാ, ഇവളെ അടിച്ചോണ്ട് വരുമ്പോ ചെലവിന് കാശ് വേണ്ടെന്ന് കരുതി കുറച്ച് എമൗണ്ട് അടിച്ചിട്ടാ എന്താ നീ പറയുന്നത്? അല്ല, എപ്പോഴത്തേക്കായാലും ഇവൾക്കുള്ളതാണല്ലോ എല്ലാം. അതിൽ എനിക്കും അവകാശമുണ്ടല്ലോ. അപ്പൊ കുറച്ച് എടുത്തേ ഉള്ളൂ. ഇതൊന്ന് പിടിച്ചേ. പണം തരാന്ന് പറഞ്ഞിട്ട് ബാഗാണ് തരുന്നത്. ഇതാ പണം. ഇത്രയധികം ചെലവിന് വേണ്ടേ? ഇവരെ 2 പേരെയും യാത്രയാക്കിയിട്ട് എപ്പോഴാണ് നേരം വിളിക്കുന്നത്, എപ്പോഴാണ് എന്റെ ഭാര്യ നിലവിളിക്കുന്നതെന്ന് ഓർത്ത് തലയിണയിൽ തലച്ചായ്ക്കാനെന്ന് വിളിച്ചല്ലോ. തന്ന തന്നാന തന്നാന തന്ന ലുങ്കി ഡാൻസ് ലുങ്കി ഡാൻസ് ലുങ്കി ഡാൻസ്. ഗൗണ്ടറെ, സീരിയസ്. അമ്മാവാ, വീട്ടിലാകെ പ്രശ്നമായോ? എന്ത്? അവരെ കൈ കിട്ടിയെന്നോ? 2 പേരെയും മരത്തിൽ കെട്ടിയിട്. മരം എന്തിനാ അമ്മാവാ? ഇപ്പൊ ബെഡല്ലേ വേണ്ടേ? എടാ, ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ തന്നെ വരാടാ. കൊല്ലാനെന്ന പോലെ പോയിട്ട് രഹസ്യമായി ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുത്തു. എടോ, താനിങ്ങോട്ടൊന്ന് വന്നേ. തന്നെ കണ്ട ഒരു വേട്ടയ്ക്കുള്ള പുറപ്പാടാന്ന് തോന്നല്ലോ. എന്നാ ആദ്യം ഇത് പിടിക്കേ. എന്നിട്ട് ഈ ആടിനെ നമ്മുടെ മല്ലന് ബലി കൊടുക്കും. നിങ്ങൾ വന്ന കാര്യവും ഭംഗിയായിട്ട് നടക്കും. പിടിച്ചേ. ആദിശക്തി, പരാശക്തി, ജഗത്മാതാ, ചണ്ഡി, ചാമുണ്ടേശ്വരി. തോക്കുകൊണ്ട് വെടിവെച്ച രക്തം ചീറ്റുന്നത് എങ്ങനെയാണെന്ന് പോലും ഞാൻ ചിന്തിച്ചു. പക്ഷെ നമ്മുടെ ഗ്രാമത്തിലെ വിഡ്ഢികളായ ജനങ്ങൾ ഞാൻ 2 പേരെയും കൊന്നതായി വിശ്വസിച്ചു. അഭിമാനം രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മകളെ കൊന്നവനാ നമ്മുടെ ഗൗണ്ടർ. ആത്മാഭിമാനത്തിന് വേണ്ടി ആരെ വേണമെങ്കിലും കൊല്ലും. കൗണ്ടറേ, നിങ്ങളുടെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. എടാ, പതുക്കെ. എല്ലാം കൊള്ളാം. ഈ കാര്യം ആ മുട്ടയുടെ കാതിലെങ്ങാനും എത്തിയാൽ, ഒരുപക്ഷെ നീ പറയുന്നത് പോലെ സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗൗണ്ടർ സ്വന്തം ചെവി മുറിച്ചിട്ട് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കൂടാ. നീയൊക്കെ കൂട്ടുകാരാണോടാ? നീയൊക്കെ എന്നെ കൊലക്ക് കൊടുത്ത് അടങ്ങും. എന്താ മാവ, എന്ത് പറ്റി? ആദ്യം 4 തെണ്ടുകളെയും കെട്ടിയിട്. എന്റെ ജീവിതത്തിലെ സമാധാനം സന്തോഷം ഒക്കെ നശിപ്പിച്ചവരാ. ഓഹോ, ഗ്രാമത്തിൽ 4 പേര് 4 വ്യക്തി സംസാരിക്കുന്നവരില്ല. ആ 4 പേര് ഇവരാ? അമ്മാവാ, നിങ്ങളെ പോലുള്ളവന്മാര് കാരണമാ മാതാപിതാക്കൾക്ക് ലവ് എന്ന് കേട്ടാൽ കലി വരുന്നത്.
മക്കൾക്ക് ഇഷ്ടപ്പെട്ട വിവാഹം നടത്തി കൊടുക്കാന്ന് തീരുമാനിക്കുമ്പോ നിങ്ങളെപ്പോലുള്ള 4 പേർ 4 അഭിപ്രായം പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റിയെടുക്കും. പാവം ലവേഴ്സിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മണ്ടൻ കൊണാപ്പന്മാരെ, നിങ്ങളെപ്പോലുള്ളവരുള്ളത് കൊണ്ടാ ലവിനും ലവേഴ്സിനും ഒരിക്കലും വിജയം കൈവരിക്കാൻ സാധിക്കും. കാലയ്ക്കും മരുമോനെ. നീയൊക്കെ ചേർന്ന് ഈ ചെറിയ വായിന്ന് വലിയ വലിയ കാര്യങ്ങൾ പറയിപ്പിച്ചല്ലോ. അമ്മാവാ, ഈ 4 പേരെ എന്താ ചെയ്യണ്ടേ? അത് വിട്ടേക്ക് മരുമോനെ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. തനിങ്ങ വാ കൗണ്ടറെ. മരുമോനെ, ഇത് പിടിക്ക. ഇതിൽ 1 ലക്ഷം രൂപയുണ്ട്. എന്റെ മകളാണെങ്കിൽ ഗർഭിണിയാ. നിങ്ങൾ ഈ കാട്ടി കിടന്ന് കഷ്ടപ്പെടണ്ട. ഈ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയി ഒരു ഹോസ്പിറ്റലിന്റെ അടുത്ത് വീടൊക്കെ വാങ്ങി സന്തോഷമായി താമസിക്കുക. പണം ഇനിയും വേണമെങ്കിലും ചോദിച്ചോ. ദയവ് ചെയ്ത് നമ്മുടെ ഗ്രാമത്തിലേക്ക് മാത്രം വരരുത്. നാട്ടുകാരോട് എന്താ പറയാൻ പോകുന്നേ? ഞങ്ങളുടെ ഗൗണ്ടറിനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത്? പോലീസിന്റെ തോക്കിന്ന് വന്ന വെടിയുണ്ട ചോക്ലേറ്റ് പോലെ കടിച്ചെടുത്ത് പോലീസിന്റെ മുഖത്തേക്ക് തന്നെ തുപ്പിയില്ലേ? പോലീസിന് കാശ് വാരി എല്ലാ കേസിൽ നിന്നും കൗണ്ടർ ഊരി ഹായ് അമ്മ. എടാ, ഇവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഇവനെയല്ലേ നമ്മൾ കൊന്നത്? നിന്നോട് എവിടെയെങ്കിലും പോയി സെറ്റിലാവാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? അമ്മാവാ, കർണാടകത്തിലേക്ക് പോവാന്ന് വെച്ചപ്പോ അവിടെ പുലിശല്യം, തമിഴ്നാട്ടിലേക്ക് പോവാന്ന് വെച്ചപ്പോ അവിടെ മുല്ലപ്പൂ, പിന്നെ ആന്ധ്രയിലേക്ക് പോയാ എനിക്ക് ഭാഷ അറിയണ്ടേ, അതുകൊണ്ട് നേരെ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. ഇവിടെ പണിയെടുക്കണ്ടല്ലോ. എടോ ശിവശങ്കര കൗണ്ടറെ, ഇതെന്താ കൗണ്ടറെ? ഈ വിഷയം നീയും അറിഞ്ഞു കാണുന്ന എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വെട്ടി. അതൊക്കെ വിട്ടുകള കൗണ്ടറെ, ഞാൻ തന്നെയാ ജയിച്ചത്. എന്റെ മുറിഞ്ഞ ചെവിക്കൊരു കൂട്ടി കിട്ടി. വി ആർ നൗ ഫ്രണ്ട്സ് കൗണ്ടറെ. വരട്ടെ. ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ചെവി പോലും അറുത്ത ശിവശങ്കര ഗൗഡർ.